ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇന്ന് വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട്. നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഇന്നത്തെ ഡിസംബർ 27 ശനിയാഴ്ച വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. വഖഫ് സംരക്ഷണവും സച്ചാർ കണ്ടെത്തലുകളും എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ എ മുജീബ് മാറഞ്ചേരി എഴുതിയിട്ടുള്ള ലേഖനമാണ്. ഏറ്റവും സുപ്രധാന ലേഖനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ചാനൽ കാണാത്തവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് പോകാം. എ മുഹമ്മദ് മാറഞ്ചേരിയുടെ റിപ്പോർട്ട്. ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുവാൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ജസ്റ്റിസ് രജീന്ദർ സച്ചാറിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിശ്ചയിച്ചു. സെയ്ദ് ഹാമിദ്, ഡോക്ടർ TK ഉമ്മൻ, MA ബാസിത്ത്, ഡോക്ടർ രാകേഷ് വസന്ത്, ഡോക്ടർ അക്തർ മജീദ്, ഡോക്ടർ അബു സാലിഹ് ഷെരീഫ് എന്നിവർ അംഗങ്ങളായിരുന്നു. കമ്മീഷൻ പഠനം നടത്തിയ സംസ്ഥാനങ്ങളിലെ വഖഫ് സ്വത്തുക്കളെക്കുറിച്ചും അന്വേഷിച്ചു. ഇതിന് പ്രധാന കാരണം സമുദായ മുന്നേറ്റങ്ങൾക്ക് ഊർജമായി വർത്തിച്ചത് വഖഫ് സ്വത്തുക്കളാണ്. ധർമ്മിഷ്ഠരായ മുസ്ലിങ്ങൾ ഏക്കർ കണക്കിന് ഭൂസ്വത്തുക്കൾ ദൈവപ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വഖഫ് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ പദ്ധതികൾ, അനാഥ അഗതി സംരക്ഷണം, പള്ളി പരിപാലനം, പള്ളിയിലെ ജീവനക്കാരുടെ ക്ഷേമകാര്യങ്ങൾ എന്നിവക്കാണ് വഖഫ് സ്വത്തുക്കൾ വിനിയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുമ്പ് വഖഫ് സ്വത്തുക്കൾക്ക് സംരക്ഷണം ഉണ്ടായിരുന്നു. എന്നാൽ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരങ്ങളിൽ സജീവമായി പങ്കെടുത്തപ്പോൾ അവരെ അടിച്ചമർത്താൻ വഖഫിലും ബ്രിട്ടീഷുകാർ കൈവച്ചു. വഖഫ് സ്വത്തുക്കൾക്ക് ചുങ്കം ചുമത്തി അതിലൂടെ സാമ്പത്തിക സഹായങ്ങൾ അവർ തടഞ്ഞു. ഇത് മുസ്ലിം സമൂഹത്തിന് വലിയ ആഘാതം സൃഷ്ടിച്ചു. വഖഫ് സ്വത്തുക്കൾ കൊണ്ട് നടന്നിരുന്ന മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതി സ്വതന്ത്ര ഇന്ത്യയിൽ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുവാനുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1954 പാർലമെൻറ്റ് ഒരു സമഗ്ര വഖഫ് നിയമം പാസ്സാക്കുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പാക്കിയപ്പോൾ കണ്ടെത്തിയ പഴുതുകളും അപര്യാപ്തതകളും കണ്ടെത്തുകയും വഖഫ് അന്വേഷണ സമിതി നിയോഗിച്ച ഭേദഗതികൾ 1995 നിയമത്തിന് ഉൾപ്പെടുത്തുകയുമുണ്ടായി. എങ്കിലും വഖഫ് ബോർഡുകളുടെയും സ്വത്തുക്കളുടെയും നടത്തിപ്പ് തൃപ്തികരമല്ല എന്നാണ് സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയത്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെയും കേന്ദ്ര വഖഫ് കൗൺസിലിൻ്റെയും അധികാര പരിമിതികൾ മൂലമാണ് ഇതെന്നും കമ്മീഷൻ പറയുന്നു. വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണം ഫലപ്രദമായി നടപ്പിലാക്കുവാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതുകയുണ്ടായി. കത്തിൽ പ്രത്യേകമായ ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. സ്വത്തുക്കൾ കൈവശം വെച്ച വ്യക്തികൾ വഖഫ് ബോർഡിന് കൈമാറണം എന്നായിരുന്നു പ്രധാന നിർദ്ദേശം. വിലപിടിപ്പുള്ള കെട്ടിടങ്ങൾ പണിയുകയും ഒഴിവാക്കാൻ പ്രയാസമുണ്ടാവുകയും ചെയ്ത സ്ഥലങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വഖഫ് ബോർഡുമായി മാർക്കറ്റ് വില നൽകി സ്ഥിരം പാട്ടക്കരാറിൽ ഏർപ്പെടാം. മറ്റൊരു നിർദ്ദേശം, മാർക്കറ്റ് വില നൽകി വഖഫ് ബോർഡിൽ നിന്ന് നേരിട്ടോ മുത്തവല്ലിയിൽ നിന്ന് അനുമതിയോടെ സ്വത്തിൻ്റെ അവകാശം നേടിയെടുക്കാം. ഈ നിർദ്ദേശങ്ങൾ 1961 മുതൽ തന്നെ നിലവിലുണ്ട്. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കത്തിനെ അന്നത്തെ മുഖ്യമന്ത്രിമാർ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. തിക്ക ആക്ട് 1981 പശ്ചിമ ബംഗാൾ നിയമസഭ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ട് പാട്ടക്കാർ സ്വത്തിൻ്റെ ഉടമസ്ഥരായി. ഈ നിയമം സർക്കാർ നഗരസഭാ സ്വത്തുക്കൾക്ക് ബാധകമല്ലാതിരിക്കെ വഖഫ് സ്വത്തുക്കളെ ഒഴിവാക്കിയില്ല. ഇതുമൂലം വഖഫ് ബോർഡിനും സ്ഥാപനങ്ങൾക്കും വലിയ നഷ്ടം സംഭവിച്ചു. മാർക്സിസ്റ്റ് സർക്കാരാണ് തിക്ക ആക്ടിലൂടെ നഷ്ടം വരുത്തി വച്ചത്. ഇവരിൽ നിന്നും സംരക്ഷണം ലഭിക്കുകയില്ലല്ലോ. പശ്ചിമ ബംഗാൾ തിക്ക നിയമത്തിൽ നിന്നും വഖഫ് സ്വത്തുക്കളെ ഒഴിവാക്കി കിട്ടുവാൻ മുസ്ലിം സംഘടനകൾ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. സച്ചാർ കമ്മീഷൻ പശ്ചിമ ബംഗാൾ സർക്കാരിനെ
തിക്ക നിയമത്തിൽ നിന്നും വഖഫ് സ്വത്തുക്കളെ ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകണമെന്ന് പറയുന്നുണ്ട്. വഖഫ് സ്വത്തുക്കൾ കയ്യേറിയവരുടെ വഴിയൊരു പട്ടിക തന്നെ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. സ്വകാര്യ വ്യക്തികൾ മാത്രമല്ല, സർക്കാരുകളും സർക്കാർ ഏജൻസികളും കയ്യേറിയിട്ടുണ്ട്. വാടകയോ മറ്റു പ്രതിഫലമോ നൽകാതെയുള്ള കൃത്യമായ പിടിച്ചുപറി എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അനധികൃതമായി കൈയടക്കിയ ഡൽഹിയിലെ വഖഫ് സ്വത്ത് 172 സ്ഥാപനങ്ങളുടേതാണ്. പള്ളി, മഖ്ബറകൾ, മദ്രസ എല്ലാം ഉൾപ്പെടുന്നു. ഡൽഹി വികസനം അതോറിറ്റി അനധികൃതമായി കൈയടക്കിയ ഡൽഹിയിലെ വഖഫ് സ്വത്തുക്കൾ 113 സ്ഥാപനങ്ങളുടേതാണ്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കൈവശം വച്ചിരിക്കുന്നത് 8 എണ്ണമാണ്. റെയിൽവേയുടെ കയ്യിൽ ശ്മശാനമടക്കം 2 എണ്ണമുണ്ട്. ഡൽഹി കൻ്റോൺമെൻറ്റിൻ്റെ കൈവശം 6 ഡൽഹി ജല അതോറിറ്റി, ഈദ്ഗാഹ്, ശ്മശാനം എന്നിങ്ങനെ 5 എണ്ണം അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു. ഡൽഹി പോലീസിൻ്റെ കൈവശം 2 എണ്ണമുണ്ട്. മേഘാലയയിൽ 11 രാജസ്ഥാനിൽ 17 സ്വത്തുക്കളുമാണ് വിവിധ വകുപ്പുകൾ കൈവശം വെച്ചിട്ടുള്ളത്. സർക്കാർ, അർദ്ധ സർക്കാരുകൾ കൈയടക്കി വച്ചിരിക്കുന്ന 64 സ്വത്തുവകകൾ UPയിലാണ്. കർണാടകയിൽ 50-ലധികമുണ്ട്. ചുരുക്കത്തിൽ സച്ചാർ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തിയ ഏതാനും സംസ്ഥാനങ്ങളിൽ കണക്കുകൾ പ്രകാരം 500-ലധികം കോടിക്കണക്കിന് രൂപയും മൂല്യമുള്ള സ്വത്തുക്കളാണ് സർക്കാർ, അർദ്ധ സർക്കാർ വിവിധ വകുപ്പുകളായി കൈവശം വച്ചിരിക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ട വഖഫ് സ്വത്തുക്കളുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ ഇതിലും എത്രയോ ഇരട്ടി വരും. വ്യക്തിയുടെ കൈവശമുള്ള സ്വത്തുക്കൾ കൂടി കണ്ടെത്തുകയാണെങ്കിൽ എത്രയോ കോടികളുടെ സ്വത്തുക്കൾ കണ്ടെത്താനാകും. ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾക്കും നേതാക്കൾക്കും വഖഫ് ബോർഡുകൾക്കും പണ്ഡിതന്മാർക്കും പ്രത്യേകമായ ഒരു ദൗത്യമുണ്ട്. കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടക്കുകയാണല്ലോ. സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാൻ എന്താണ് മാർഗം? സർക്കാരുകളും അർദ്ധ സർക്കാരുകളും രജിസ്റ്റർ ചെയ്യുമോ? രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ വഖഫ് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെടുകയില്ലേ? 1981 പശ്ചിമ ബംഗാളിൽ തിക്ക ആക്ടിൻ്റെ മറവിൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതുപോലെ ഇന്ത്യയിലുള്ള ഒട്ടനവധി വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പള്ളി ഭാരവാഹികളുടെയും മുത്തവല്ലിമാരുടെയും മേൽനോട്ടത്തിലുള്ള വഖഫ് സ്വത്തുക്കൾ മാത്രം ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സ്വത്തുക്കൾ വഖഫ് ബോർഡിനെ ഏൽപ്പിക്കുന്നതിനുള്ള നിയമവും കൊണ്ടുവരേണ്ടതാണ്. സർക്കാർ തലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയിലെ നഷ്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ വഖഫ് സ്വത്തുക്കളും വഖഫ് ചെയ്ത വ്യക്തികളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് പ്രാവർത്തികമാക്കുവാൻ ജനാധിപത്യ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വഖഫ് സ്വത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതകൾ അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. സർക്കാർ, അർദ്ധ സർക്കാർ വകുപ്പുകളുടെ കൈവശമുള്ള വഖഫ് സ്വത്തുക്കൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുവാൻ എന്താണ് മാർഗം? സർക്കാരുകളും അർദ്ധ സർക്കാരുകളും രജിസ്റ്റർ ചെയ്യുമോ? രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ വഖഫ് സ്വത്തുക്കളെ എല്ലാം നഷ്ടപ്പെടുകയില്ലേ? 1981 പശ്ചിമ ബംഗാളിൽ തിക ആക്ടിൻ്റെ മറവിൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതുപോലെ ഇന്ത്യയിലുള്ള ഒട്ടനവധി വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെടാൻ കാരണമാകുമെന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയങ്കരനായ മുഹമ്മദ് മാറഞ്ചേരി എഴുതിയിട്ടുള്ള വഖഫ് സംരക്ഷണവും സച്ചാർ കണ്ടെത്തലും എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഈ ലേഖനം ഏറ്റവും സുപ്രധാനമാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള സുപ്രധാന വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും, മാ അസ്സലാമ.